ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഡോക്ടർ തോമസ് പീറ്ററും ഭാര്യ കൂടിയായ ഡോക്ടർ ദിദിയുമാണ് ഒപ്പം ഉള്ളത്. ഒരു ബ്ലോക്ക് കണ്ടത്. അപ്പോൾ വണ്ടി ഒതുക്കിയപ്പോഴത്തേക്കും മനസ്സിലായി ഒരു മേജർ ആക്സിഡന്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി ആൾക്കാരുടെ കൂട്ടം കണ്ടപ്പോഴത്തേക്കും ശരിക്കും പാനിക്കായി. സ്റ്റെത്ത് ഉണ്ടായിരുന്നു, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകൊണ്ട് അത് സ്റ്റെത്ത് എടുത്ത് കഴുത്തിലിട്ടപ്പോൾ ആൾക്കാർ മാറുന്നു. റൂട്ടിലൊരു ആൾ കിടക്കുന്ന കണ്ടാണ് നമ്മൾ കാണുന്നത്. ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആൾ നടുറൂട്ടിൽ തന്നെ കിടക്കുവാണ്. ആൾക്കാരോട് പറഞ്ഞു ആരും തുടരുത്, കാര്യം ആളുടെ തലയിടിച്ചിട്ട് ചോര വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആളുടെ ഫേസിന് ഇഞ്ചുറി പറ്റി ആളുടെ കഴുത്ത് വേറൊരു ആൾ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കഴുത്ത് ഹോൾഡ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ പ്രൊഫഷണൽ രീതിയിലാണ്. ഞങ്ങൾ ചോദിച്ചു മെഡിക്കൽ പ്രൊഫഷൻ ആണെന്ന് ചോദിച്ചപ്പോൾ എടുത്ത വഴി പറഞ്ഞു അതൊരു ഡോക്ടറാണ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോതൊറാസിക് വാസ്കുലർ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ മനൂപ്. അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ സാറ് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. സാറ് ഇതുപോലെ തന്നെ കണ്ട് ഞങ്ങൾ മുമ്പേ പോയതാണ്. അതുപോലെ തന്നെ ആൾക്കൂട്ടം കണ്ട് സാറ് നിർത്തിയതാണ്. നിർത്തി ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. സാറിനോട് ചോദിച്ചപ്പോഴത്തേനും കണ്ട ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേനും മനസ്സിലായി. കാരണം ആളുടെ പെരിഫറി മൊത്തം കോൾഡ് ആയിട്ട് ഇരിക്കുക, ഗ്യാസ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു, ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ സ്റ്റാഫാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല സാർ ഞങ്ങൾ ഡോക്ടേഴ്സാന്ന് പറഞ്ഞപ്പോഴത്തേനും സാർ പറഞ്ഞു പിന്നെ നമുക്ക് ആളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആളെന്തായാലും കിട്ടത്തില്ല, അപ്പം എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞിട്ടാണ് നേരെ ആ ഒരു ശ്വാസകോശത്തിൻ്റെ ഉള്ളോത്തോട്ടേക്ക് ഒരു സ്ട്രോ വെച്ച് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുന്നത്. അതുകൊണ്ട് കടയൊക്കെ അവധിയായിരുന്നു. അപ്പോൾ അടുത്ത ആൾക്കാരോട് പറഞ്ഞപ്പോഴത്തേനും ഒരു സാധാ റേസറും പേപ്പർ സ്ട്രോ ആണ് കിട്ടിയത്. അത് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിക്ക് ചെയ്തു. സാർ എന്തായാലും ഭയങ്കര നല്ല എക്സ്പേർട്ടായിട്ട് അത് ബെയർ ഹാൻഡിൽ തന്നെ ചെയ്തെടുത്ത് കിട്ടി. അപ്പോൾ തന്നെ പേപ്പർ സ്ട്രോ ആയതുകൊണ്ട് പേരിൽ അതൊന്ന് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ അപ്പോഴത്തേനും അടുത്ത ആൾക്കാരോട് പറഞ്ഞപ്പോഴത്തേനും അവർ ഫ്രൂട്ടിയുടെ സ്ട്രോ ഇല്ലേ അതുകൊണ്ട് തന്നു. അത് വെച്ച് നമ്മളത് റിപ്ലേസ് ചെയ്ത് പിന്നെ ആംബുലൻസ് വന്നപ്പോഴത്തേനും സാർ തന്നെ കൂടെ പോയി. ആ സമയം ഉണ്ടായിരുന്ന 3 ഡോക്ടേഴ്സാണ്. അതിൽ 2 പേരെ കാര്യം നമ്മുടെ അടുത്ത് വിശദീകരിക്കുകയാണ്. ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഡോക്ടർ മനു. ആദ്യത്തെ പ്രൊസീജിയർ നെക്ക് സ്റ്റെബിലൈസ് ചെയ്ത ഹെൽമെറ്റ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മൂക്കും പല്ലും എല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം അതിന് സിവിയർ ഫേഷ്യോ മാക്സിലറി ട്രോമ കാറ്റഗറിയിൽ വരും. അപ്പൊ സിവിയർ ഫേഷ്യോ മാക്സിലറി ട്രോമ വരുമ്പോൾ മൂക്കിലൂടെയും വായിലൂടെയും ശ്വാസം എടുക്കാൻ പറ്റില്ല പേഷ്യന്റിന്. അത് കാരണം അതേപോലെ തന്നെ ബ്ലീഡിങ് കാരണം ശ്വാസനാളത്തിലേക്കെല്ലാം രക്തത്തിന്റെ കട്ടകളും രക്തക്ലോട്ടുകളെല്ലാം വന്ന് ശ്വാസനാളം അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം പേഷ്യന്റ് ഗ്യാസ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. അപ്പൊ ആ ഗ്യാസ്പിംഗ് കാരണം അത് ഓക്സിജൻ കിട്ടാതെ പതുക്കെ പതുക്കെ പേഷ്യന്റ് റെസ്പിറേറ്ററി അറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പം ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എയർവേ റെസ്ക്യൂ മാനുവർ, അതായത് ഹെറ്റിൽറ്റൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും എയർവേ ഓപ്പൺ ആക്കി വെക്കുക, ആംബുലൻസ് വരുന്നിടം വരെ ടൈം ബൈ ചെയ്യുക എന്നുള്ള പ്രോട്ടോകോൾ ആയിരുന്നു ആദ്യം ഞങ്ങൾ ഫോളോ ചെയ്തത്. പക്ഷേ റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പോകുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോൾ വേറെ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. സർജിക്കൽ ക്രിക്കോത്താരോടൊപ്പം ഇപ്പൊ റോഡിന്റെ നടുക്ക് വെച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് വളരെ ഒരു ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ടു സേവ് ലൈഫ് ആയിരുന്നു. ഏറ്റവും നിയറസ്റ്റ് ട്രോമ സെന്റർ ഒരു 20 കിലോമീറ്റർ അകലെ, 15-20 കിലോമീറ്റർ അകലെ. അപ്പം CPCR കൊടുത്താൽ പോലും നമുക്ക് ആ പേഷ്യന്റിനെ അവിടെ ജീവനോട് എത്തിക്കാൻ പറ്റാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. ഞാനിത് പേഷ്യന്റിനെ കൊണ്ടുപോയത് വെൽകെയർ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അവിടെ നിയറസ്റ്റ് ട്രോമ സെന്റർ അതായിരുന്നു. അപ്പൊ അവിടുത്തെ എമർജൻസി ഫിസിഷ്യൻ ഡോക്ടർ വീണ വളരെ പ്രൊആക്റ്റീവായിട്ട് അതിനെ മാനേജ് ചെയ്തു. കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പേഷ്യന്റ് അറസ്റ്റിൽ പോയി, കാർഡിയാക് അറസ്റ്റിൽ പോയി. ആ പോയ പേഷ്യന്റിനെ വീണ്ടും റിവൈവ് ചെയ്തു.